ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിൽ സ്ക്വിഡ് ഗെയിം 3 ആണ്. നമുക്ക് എന്തായാലും ഗെയിം പ്ലേയിലേക്ക് പോകാം. നമ്മളിവിടെ കയറണം. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമ്പർ 24 അപ്പോൾ ഗായ്സ്, ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. പറ്റുന്നവർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക ഗായ്സ്. നമ്മുടെ റോഡ് ടു 300 സബ്സ്ക്രൈബർ ആണ്. നിങ്ങൾ പരമാവധി പറ്റുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗെയിം തുടങ്ങാൻ ഇനിയുണ്ട് 1 മിനിറ്റ്. സുഹൃത്തുക്കളെ, ഇവിടെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്കത് എടുക്കാൻ പറ്റൂല. ഇവിടെ എന്താ സംഭവം? ഇവിടെ നമുക്ക് സ്പീഡൊക്കെ കൂട്ടാൻ പറ്റും. എൻ്റെ കയ്യിൽ എത്ര കോയിനുണ്ട്? എൻ്റെ കയ്യിൽ 402 കോയിനുണ്ട്. ഷിപ്പ് ഒന്ന് എടുക്കട്ടെ. ഷിപ്പ് എനിക്ക് എടുക്കാൻ പറ്റും. എന്താ വരാത്ത? ഓക്കെ, ഷിപ്പ് വന്നു. നമുക്ക് സ്പീഡ് കൂട്ടാൻ സ്പ്രിന്റ് ഫാസ്റ്റർ ഉണ്ട്. നമ്മൾ ആക്കി 250 കോയിൻ കൊടുത്ത്. ഇപ്പം എൻ്റെ 152 കോയിനേ ഉള്ളൂ ഗൈസ്. 100 കോയിൻ എന്തെങ്കിലും കൂട്ടാൻ പറ്റും. നമുക്ക് ഇതും കൂടെ കൂട്ടാം ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാം ആയിട്ടുണ്ട്. നമ്മൾ ഗെയിം തുടങ്ങുവാണ്. റോക്ക് പേപ്പർ സിസർ. ഗൈസ് ഇവിടെ മറ്റേ സ്റ്റോൺ പേപ്പർ സിസറൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ടെലിപ്പോർട്ടിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്ലെയർ മതി. യെസ് ഗൈസ്, നമ്മളങ്ങനെ എത്തി. ഗൈസ് നമുക്ക് 332. ആർക്കാണ് 456 46 ഗൈസ്? 56 46 അല്ല, മെയിൻ പ്ലെയറിന്റെ ഒറിജിനൽ സ്ക്വിഡ് ഗെയിമിൽ ഞാൻ തോന്നുന്നു 400. അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിം പ്ലേ തുടങ്ങി. ഗ്ലാസ് മാർക്കറോ? ദേ ആർ റിയൽ ഓർ ഫേക്ക്? പിക്ക് ഗെയിം മോഡ്സ്. ഗൈസ് ഇവിടെ ഗെയിം മോഡ്സ് കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ട് ഗൈസ്, ജമ്പ് റോപ്പ്, സ്ക്വിഡ് ഗെയിം. ഫൈനല് സ്ക്വിഡ് ഗെയിം ആണ്. ബേബിയല്ലേ സ്ക്വിഡ് ഗെയിം 3-ലുള്ളത്? ബേബിയാണ്. ഓ ഗൈസ്, ഈ ആൾക്ക് ബേബിനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഓടി പോവാം. നമുക്ക് ഇത്രയും കൂടെ സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ നേരത്തെ അത് ആക്കിയതും കൊണ്ട് നമുക്ക് കോയിൻ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്തായിരുന്നല്ലോ, അതുകൊണ്ട് ഇച്ചിരി കൂടെ സ്പീഡ് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഗൈസ് ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓ ഗൈസ്, ഇത് നമ്മുടെ ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും കളിക്കുന്ന സംഭവമാണ്. നമുക്ക് ആൾക്കാരെ ഉള്ളിലൊക്കെ ഇടാം. ഗൈസ് തുടങ്ങിയിട്ടുണ്ട്. റെഡ് ലൈറ്റ് ആയി. അത് വീണ്ടും ഗ്രീൻ ലൈറ്റ് വന്നു. റെഡ് ലൈറ്റ് വീണ്ടും വന്നു ഗൈസ്. റെഡ് ലൈറ്റ് വീണ്ടും വന്നു. ഓ റെഡ് ലൈറ്റ്. നമുക്ക് ചിലപ്പോൾ വരുമല്ലോ ഗൈസ്. ബായിട്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് 25 കോയിൻ കിട്ടി കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോ ഇത് കഴിയുമ്പോൾ ഇതാ ഗൈസ് മറ്റേ ബേബിനെയും ഇവർക്ക് തീരെ ലൈഫ് ഇല്ല. എനിക്ക് ലൈഫേ ഇല്ല. ഓ ഗൈസ്, നമുക്ക് ബേബിനെ കിട്ടി. ബെൽറ്റ് കടന്നു, നമുക്ക് ബേബിനെ കിട്ടി. ഓ ഗൈസ്, ഇപ്പൊ നമ്മുടെ കയ്യിലാണ് ബേബി ഉള്ളത്.
നിങ്ങൾ നോക്കിയോ ബെൽറ്റ് അവർ ഇട്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ പിക്ക് ചെയ്തു ഗൈസ്. നമ്മുടെ കയ്യിലിപ്പോ ബേബി ഉണ്ട്. ഇനിയും ആൾക്കാർ വരാനുണ്ട് ഗൈസ്. അങ്ങനൊക്കെ അങ്ങ് ഒരാൾ വരുന്നില്ലേ, അവര് നേരെ വന്നു. അവര് ഡഡായി ഗൈസ്. കാരണം നമുക്ക് ബേബിനെ കിട്ടിയിട്ടാ. നമ്മുടെ 304, നമ്മുടെ നമ്പർ 304 ഓക്കെ ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ മണി. ടോട്ടൽ ക്രാഷ് പ്രൈസ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ. ഓക്കെ, ഇനി 35 പ്ലെയറും കൂടി ഉണ്ട്. എത്ര ആൾക്കാർ എലിമിനേറ്റഡ് ആയി? ഇതാണ് ഗൈസ് നമ്മൾ 24 ഗൈസ്. 24. ഓ ഗൈസ് ഞാൻ നീല. ഓ ഗൈസ് അറിയാണ്ട് ഞാൻ ചമ്പി ചെന്ന് കയറി. ഗൈസ് അടുത്ത ടാസ്ക് എന്നാണോ നോക്കാം. ഇനി എങ്ങോട്ടാണ് പോകണ്ടേ? ഓ ഗൈസ് ഇനി നമ്മൾ നേരത്തെ വന്നതിൻ്റെ വഴീൻ്റെ മണ്ടേക്കുറ്റി. ഓ ഗൈസ് ഇത് ഇച്ചിരി പണിയാണ് ഗൈസ്. സീനാണിത്. നമുക്ക് എന്തായാലും നല്ല ടീമിൽ കയറണം, എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ടീം ഇപ്പോൾ ഏതാണ് ഗൈസ്? നമുക്ക് ഈ ടീം കയറാം. ഞാൻ പിങ്കിനകത്ത് കയറിയിട്ടുണ്ട്. എല്ലാവരും കളിക്കാൻ മതിയായിരുന്നു ഗൈസ്. ഇതിനകത്ത് ആൾക്കാർ കൂടുതലാട്ടോ. ഓ ഗൈസ് ഞാൻ പിങ്ക് കൊള്ളൂല ഗൈസ്. ഓ ഗൈസ് പിങ്ക് കൊള്ളൂല. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഈ ഫോർത്ത് വേണ്ട, നമുക്ക് ഫസ്റ്റ് മതി ഗൈസ്. ഞാൻ ഫസ്റ്റാണ്, ഞാനാണ് ഫസ്റ്റ് നിൽക്കുന്നത് ഗൈസ്. കളി തുടങ്ങാൻ 3 സെക്കൻഡും കൂടി ഉണ്ട്. 1 സെക്കൻഡ്. ഓ ഗൈസ് കളി തുടങ്ങി. ആദ്യത്തെ റൗണ്ട് ഞാൻ ഗൈസ്. പുറകെ ബേബി ഇരിക്കുന്നുണ്ട്. ബേബിയിലെ നമ്പർ 304 ആട്ടാ. ഓ ഗൈസ് ഇവിടെ നമ്മള് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഓ ഗൈസ് അടുത്തത് മറ്റേ കല്ല് എറിഞ്ഞത്. ഓ ഗൈസ് അതും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എടുത്തിട്ടോ. നമ്മൾ 3rd റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. തേർഡ് റൗണ്ട് ഒരു കളിച്ചോണ്ടിരിക്കുകയാണ്. അവന് കളിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. അവന് കളിക്കാൻ അറിയില്ല. അവന് കളി കിട്ടി. അവൻ കളയിൽ നിന്ന് നമ്മളെ കടത്തി വിടുവോ? കടത്തി വിട്ടു ഗൈസ്. കടത്തി വിട്ടു ഗൈസ്. നമ്മുടെ പുറകെ ബേബി ഉണ്ട് ഗൈസ്. 4th റൗണ്ടിലെത്തി. 3rd റൗണ്ടിൽ ഇച്ചിരി സമയം പോയി ഗൈസ്. അടുത്ത് 12 ഗൈസ്. അവൻ നിരത്തുന്നിടാ നിലത്തിട്ടു. ഓ കറങ്ങി ഗൈസ്. കറങ്ങി നമ്മള് അതും പാസ്സായി. ഇനി 5ാമത്തെ റൗണ്ട്. ഇച്ചിരി ടാസ്ക് ആണ് ഗൈസ് 5ാമത്തെ റൗണ്ട്. നമുക്ക് ജഗ്ലിങ് ചെയ്യണം ഗൈസ്. ഓ വീണ്ടും അവൻ എത്തിച്ചു ഗൈസ്. ഇത് എത്രണ്ണം ചെയ്യണം ഗൈസ്? ഓ ഗൈസ് നമ്മൾ ജയിച്ചു. നമ്മൾ ജയിച്ചു. ഓ ഗൈസ് നമ്മൾ ജയിച്ചിട്ടുണ്ട്. യെസ് ഗൈസ് നമ്മൾ ജയിച്ചേ. പിന്നെ ഗൈസ് ഇവിടെ ഇതിലെ കയറിപ്പോയാൽ എന്നാണ് ഗൈസ് കിട്ടുന്നത്? ഇവിടെ എന്താ എന്താണ് ഗൈസ്? നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ എന്തോ ഇതുണ്ട്. ഒരു ടാസ്കാണ് തോന്നുന്നു ഗൈസ് ഉള്ള. എന്തായാലും നമുക്ക് അമ്പലം പോകാം. ഇതിൽ ഇങ്ങനെ കയറണ്ട. ഇതിലാണ് ബ്രോ കയറാൻ പറ്റില്ല. ഇതിനകത്ത് കയറാൻ പറ്റൂലെന്ന് തോന്നുന്നു. ഇതെന്താ സംഭവം? ഇവിടെ CCTV ഉണ്ടായിരിക്കുന്നത്.
നമുക്ക് ഇങ്ങോട്ടേക്ക് പോകണം. നമുക്ക് ഇങ്ങോട്ടേക്ക് പോകേണ്ടി വരും കേട്ടോ. ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ. നമുക്ക് ഇങ്ങനെ ചാടിപ്പോണോ? എനിക്കറിയില്ല. ഓ ഗൈസ് ഞാൻ ചാടി. വേണ്ട, നമുക്ക് ഗെയിം തന്നെ കളിക്കാം. നമ്മള് വന്ന സ്ഥലം ഏതാണ്? കംപ്ലീറ്റ് ആക്കിയവരാരൊക്കെ ഉണ്ട് നോക്കട്ടെ. ഗൈസ് എല്ലാരും കംപ്ലീറ്റ് ആക്കിയ? ഒരാള് പോലും ഒന്നും പറ്റിയില്ല. എല്ലാരും കംപ്ലീറ്റ് ആക്കി എന്നാ തോന്നുന്നു. എല്ലാരും കംപ്ലീറ്റ് ആക്കിയെന്നാ ഗൈസ് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. എല്ലാരും കംപ്ലീറ്റ് ആക്കിയെന്നാ തോന്നുന്നു. അല്ല ഗൈസ്, 9 ആൾക്കാർ എലിമിനേറ്റഡ് ആയി. ഇപ്പൊ 26 ആളേ ഉള്ളൂ. നമ്മള് വീണ്ടും ഇതുണ്ട്. ഇനി അടുത്ത ടാസ്ക് ഏതാണ് ഗൈസ്? എനിക്ക് തോന്നുന്നു അടുത്തത് ഹൈഡ് ആൻഡ് സീക്ക് ആണോ? എനിക്ക് ഡൗട്ട് ഉണ്ട് ഗൈസ്. കാരണം നമ്മള് ഗെയിം സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചപ്പോ അല്ലേ ഗൈസ് ഇതും നമ്മള് ഇടിക്കണം ഗൈസ് ആൾക്കാരെ. ഓ മൈ ഗോഡ്, നമ്മള് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെടണം. 7 മിനിറ്റോളം ഇവിടെ ഇരിക്കണം. നമ്മൾ ഇരിക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ ലൈഫിൽ എനിക്ക് എന്തായാലും മാറി പോവാം. നമ്മുടെ കൊച്ചിനെ അവൻ ഇടിക്കുന്നത് നാണം കെട്ടാൻ. നാമനുണ്ടോ കൊച്ചിനെ കയറി ഇടിക്കുക അല്ലേ ഗൈസ്? നമ്മള് ആരും കാണാണ്ട് നമ്മൾ സ്നോമാൻ്റെ സ്നോമാൻ നിലത്തി അടിയായി നമ്മൾ ഉണ്ടിയിട്ട്. ഇവിടെ ഉണ്ടല്ലോ സ്നോമാൻ. നമുക്ക് ഇവിടെ ആയിട്ടിരിക്കും. നമ്മൾ സ്നോമാൻ്റെ പുറകിലുണ്ട് ഗൈസ്. നമ്മള് രക്ഷപ്പെട്ടു എങ്ങനെയൊക്കെയോ. ഓക്കെ. എത്ര ആൾക്കാർ എലിമിനേറ്റഡ് ആയി? 4 പേര് എലിമിനേറ്റഡ് ആയി. നമ്മളും എലിമിനേറ്റഡ് ആകണ്ടായിരുന്നു ഗൈസ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ ഗൈസ്. നമുക്കിനി അങ്ങോട്ട് ഇനിയും ഉണ്ട്. ഗെയിം തുടരണോ ഗൈസ്? ഏറ്റവും കൂടുതൽ ഗെയിം തുടരണ്ടാന്ന് നല്ല ഗൈസ്. ഞാൻ എന്തായാലും ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നീലയിലാണ് കയറിയ ബ്ലൂവില്. വീണ്ടും ഈ വഴി തന്നെ പോവാണ്. ഇനി എങ്ങോട്ടേക്കാണോ പോകേണ്ടത്? ഇനി നേരെയാണ് പോകേണ്ടത്. ഈ സ്റ്റെപ്പ് കയറണം, ഇങ്ങോട്ട് പോകണം. നമ്മുടെ ബേബി കരയുന്നുണ്ട്. ഇനി എങ്ങോട്ടാണ്? ഹൈഡ് ആൻഡ് സീക്ക് ആണ്. ഇത് ചിലപ്പം ഭയങ്കര പണിയായിരിക്കും ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം. ഞാൻ വന്നിട്ടുണ്ട്. ബേബി കുറയില്ല കേട്ടോ. നമുക്ക് നീല കിട്ടിയാ മതി. നമുക്ക് ചുമപ്പാണ് കിട്ടിയ ഗൈസ്. ഇതിനകത്തൊരു വിഷയമുണ്ട്. ചുമപ്പ് കിട്ടിയ ഒരുത്തനെ തീർക്കാണ്ട് നമുക്ക് പോവാൻ പറ്റൂല. ചുമപ്പല്ലേ നമ്മുടെ ഫൈൻഡ് ദ എക്സിറ്റ് ഡോർ ഓഫ് ഹൈഡൻ യൂണിറ്റ് ദ റൺ ഔട്ട്. ഞാൻ ചുമപ്പല്ലേ? ഞാൻ ഈ ഭാഗമല്ലേ? അതെ കത്തിയുണ്ട് ഗൈസ്. സ്വിച്ച് ഡീമാറ്റ് ഒക്കെ ആകാട്ടെ. അവരും കൂടെ സമ്മതിച്ചാൽ ആകാൻ പറ്റും. 8 മിനിറ്റും കൂടി ഉണ്ട് ഗൈസ്. പണിയാണ് ഗൈസ്, പണിയാണ്. കാരണം നമ്മൾ ഒരാളെ ഗൈസ് നമ്മുടെ ബ്ലൂ ടീംമേറ്റുകൾ നമ്മളോട് നമ്മുടെ കാല് പിടിക്കുമെന്ന് തോന്നുന്നു. ഇതാരാ? ഇത് ബ്ലൂ ടീംമേറ്റിൻ്റെ ലീഡറാണെന്ന് തോന്നുന്നു ഗൈസ്. ഷമാനോ എന്തോ ആണ് പേര്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകാമെന്ന് തോന്നുന്നു. അല്ല നമ്മളിവിടെ തന്നെ നിൽക്കണം. അവർ ഹൈഡ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ദേവി പുറകിലുണ്ട്. ദേവിയെ സംരക്ഷിക്കണം. നമുക്ക് കളിക്കാൻ പറ്റുമോ തോന്നുന്നു. എന്താ അതൊന്നും അറിയില്ല. ഒരാളെ നമ്മളെ തീർക്കാൻ നമുക്ക് കയറാമെന്ന് തോന്നുന്നത്. ഗൈസ് നമ്മള്
കളിക്കെത്തി. നമുക്ക് പെട്ടെന്ന് ഓടാം. ഇവിടെ തുറന്നിട്ടില്ല. ഇവിടെയൊക്കെ നോക്കാം ഗൈസ്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ടാവും. ഇതും തുറന്നിട്ടില്ല. പക്ഷെ അവിടെയൊക്കെയോ ആൾക്കാര് ഇരിക്കുന്നുണ്ട്. ഗൈസ് അവരെ ഞാൻ കൊല്ലട്ടെ. ആരാ കൊന്നേ? ഞാനാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ അൺലോക്കാണോ? അൺലോക്കല്ലേ. ഇവിടെ അൺലോക്കാണോ? പക്ഷെ ഇവിടെ അൺലോക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇവര് നിൽക്കുക. ഉണ്ട് ഇതിലുള്ള ആൾക്കാരുണ്ടോ? എല്ലാ വയസ്സ് ആൾക്കാരുണ്ടോ? വയസ്സ് ഇവിടെ ആളുണ്ട്. ഇവിടെ നിക്കളാ നീ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ബേബി വരെയുണ്ട്. ഇതൊരു കത്തിയാണ്. ടാസ്കാണ്. ഇപ്പൊ നമ്മള് വന്ന വഴിന്റെ മണ്ടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് ഓയിന്റെ കിട്ടി. ഇവിടെ തുറന്ന മീനുണ്ടോ? ഇവിടെയൊന്നുമില്ല. കത്തി എടുത്തോ. നമുക്ക് എന്തായാലും വലിയുണ്ടല്ലോ എല്ലാ സ്ഥലത്തും. ഞാൻ ചത്തു. എങ്ങനെ? നമ്മള് ഡെഡായി. നമ്മുടെ ബേബി നിലത്ത് കിടക്കുന്നുണ്ട്. ഓ ഗായ്സ് നമ്മള് ഡെഡായി. നമ്മളാരെയും കൊന്നില്ല. ഓ ഗായ്സ് നമ്മുടെ ഡെഡ് ബോഡി. ഓ ഗായ്സ് ഇവര് ഗായ്സ് പണിയാണ് ഗായ്സ് അത് കളിക്കാൻ. സ്റ്റിക്കറായാലും മതി. സ്റ്റിക്കറായ ഒളിച്ചിരുന്നാൽ മതിയായിരുന്നു. ഹൈഡർ സ്റ്റിക്കറല്ല, ഹൈഡർ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.